ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കൽ മലയാളത്തിലേക്ക് ഒരിക്കൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ഡൗൺ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹോം ബട്ടൺ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ആ ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ, ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ഒരു ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആദ്യം നിങ്ങൾ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഇതിനായിട്ട് നിങ്ങൾ ചെറിയൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്പിന് ഏകദേശം 1 മില്യണിൽ കൂടുതൽ ഡൗൺലോഡ്സ് ഉള്ളതാണ്. നല്ലൊരു ആപ്പ് തന്നെയാണ്, ചെറിയൊരു ആപ്പാണ്. ഈ ഒരു ആപ്പ് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഇന്റർഫേസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു അസിസ്റ്റ് ആപ്പ് പ്രിഫറൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഗൂഗിളിൽ നിന്നായിരിക്കും ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്ക്രീൻഷോട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ബാക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ഡൺ കൊടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ പ്രോസസ്സ്. ഒരു ചെറിയൊരു പ്രോസസ്സാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്ക്രീനിലെ ഈ ഒരു സെൻട്രലിൽ കാണുന്ന ആ ഒരു ഹോം ബട്ടൺ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. ഈ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് സേവ് ചെയ്യാനും അല്ലാതെ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്ക് ഒരു ക്രോം ബ്രൗസറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതിയോ? കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ലോങ് പ്രസ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ട്രിക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലത്തെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ലൊരു വീഡിയോ ആയി കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.